Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യത്തിന്റെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. തേർഡിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫോർത്ത് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം തേർഡ് എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ പറയാനുള്ളത്, വലിയൊരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. ഒരുപാട് വായിക്കാനുണ്ട്. സോ ഇതിലാകെ കൂടിയിട്ട് നമുക്ക് പാർട്ട് എയിൽ 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 എണ്ണം നമ്മൾ എഴുതണം. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സബ്ജക്റ്റിൽ നിന്ന് 7 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ, സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള സജഷൻസ് ആണ് നമ്മൾ നൽകുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബേസ് ആണ്. റിസർച്ച് എന്താണ് എന്നുള്ളത് എന്തായാലും പഠിക്കുക. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്കറിയാം ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ചില സമയത്ത് എക്സ്പ്ലോറട്ടറി, ബേസിക്, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. സോ അതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്, അത് നോക്കാം കേട്ടോ. ബേസിക്, ഫണ്ടമെൻ്റൽ എന്ന് പറയില്ലേ, ആക്ഷൻ. അപ്പോൾ അങ്ങനെ എന്താണ് റിസർച്ച് എന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് 2 വെയിറ്റേജിലേക്ക് മാത്രമായിട്ട് വരാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേസ് സ്റ്റഡി എന്താണ്, അതുപോലെ തന്നെ പൈലറ്റ് സ്റ്റഡി എന്താണ്, പൈലറ്റ് സർവേ എന്ന് പറയും. ഇത് എന്താണെന്നുള്ളത് പലപ്പോഴും വരാറുള്ളതാണ്, നിർബന്ധമായി നോക്കുക. ദെൻ വാരിയബിൾ എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, എക്സ്ട്രേനിയേഴ്സ്, മോഡറേറ്റ്, ഞാനൊക്കെ എഴുതുന്നില്ല. സോ ഇതിലേതെങ്കിലും ഒരു വാരിയബിളിനെ പറ്റിയിട്ട് പലപ്പോഴും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. ദ നെക്സ്റ്റ് ഹൈപ്പോത്തസിസ് എന്താണ്, നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു നല്ല ഹൈപ്പോത്തസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അതിൽ നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്. സോ അങ്ങനെ ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സോ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് എല്ലാ പേപ്പറിലും നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് സോഴ്സസ് ഓഫ് ഡാറ്റയിൽ നമുക്കറിയാം പ്രൈമറി ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിക്കുക. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സാമ്പിളിംഗ് എന്താണ്. സോ അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കും, ഇതില്ലാത്ത പേപ്പറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്താണ്, പലതരത്തിലുള്ള സാമ്പിളിങ്ങിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന സ്നോ ബൗൾ എന്താണ്, സ്നോ ബൗൾ സാമ്പിളിംഗ് എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കേട്ടോ. അതുപോലെ തന്നെ കോട്ട സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ പിന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താണ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ്. അങ്ങനെ സാമ്പിളിംഗ് റാൻഡം ഉണ്ട്, നോൺ റാൻഡം ഉണ്ട് അല്ലേ. അതിൽ സാമ്പിളിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കും, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് എസ്സേയ്ക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, ഞാൻ അല്ലാതെ എഴുതുന്നില്ല. ഇനി നെക്സ്റ്റ് സാമ്പിൾ ഡിസൈൻ എന്താണ്, അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ എന്താണ്, പിന്നെ
സാമ്പിൾ എന്താണ്, പിന്നെ സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ്. ഇതൊക്കെ മാറി മാറി വരാറുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രെയിം, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്. പിന്നെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ എന്താണ്. അതുപോലെ തന്നെ സെൻസസ് സർവേ, സെൻസസ് സർവേ എന്താണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് ചോദ്യങ്ങളാണ്, ഇതിൽ നിന്നൊക്കെ എപ്പോഴും വരാറുണ്ട്. പിന്നെ നമ്മൾ പ്രൈമറി ഡാറ്റയുടെ കാര്യം പറഞ്ഞു. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉള്ള പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ്, അതിനെ പറ്റിയിട്ട് അതിൽ തന്നെ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായി നോക്കുക. പിന്നെ ക്വസ്റ്റിനെയർ എന്താണ്, അതിൽ പല തരത്തിലുള്ള ക്വസ്റ്റിനെയർ ഉണ്ട്. ക്വസ്റ്റ്യൻസ് തന്നെ അതിലിപ്പോൾ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് എന്താണെന്ന്, ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ. ക്വസ്റ്റിനെയർ എന്താണ്, അതുപോലെ തന്നെ ഷെഡ്യൂൾ എന്താണ്. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് 2 വെയിറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്, നിർബന്ധമായും നോക്കാം കേട്ടോ. ഇനി മിക്ക പേപ്പറിലും കണ്ടുവന്നുള്ള മറ്റൊരു ചോദ്യമാണ് സാമ്പിളിംഗ് എറർ എന്താണ്, അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണ്. അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 1 എറർ എന്താണ്. അതുപോലെ തന്നെ ടൈപ്പ് 2 എറർ എന്താണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ. മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ എന്താണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഇല്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഇപ്പം നോമിനൽ സ്കെയിൽ എന്താണ്, ഓർഡിനൽ സ്കെയിൽ എന്താണ്, ഇൻ്റർവെൽ സ്കെയിൽ എന്താണ്, റേഷ്യോ. ചില സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറാണ് പതിവ്. പിന്നെ ഈ പറയുന്ന സ്കെയിലിങ്ങിൽ തന്നെയുള്ള പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്. അതിപ്പോൾ ലിക്കേർഡ് സ്കെയിൽ ഉണ്ട്, അതെന്താണെന്നത് ചോദിക്കാം. അതുപോലെ തന്നെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയില് ഉണ്ട്, ഇതെടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെമന്റിക് ഡിഫറൻഷ്യൽ സ്കെയില് മറ്റൊരെണ്ണമാണ്. സെമന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്കെയിലിങ്ങിലുള്ള പലതരത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നേരത്തെ ഞാൻ സെൻസസിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പോപ്പുലേഷൻ പറഞ്ഞു. അതിന് കൂടെ തന്നെയുള്ള മറ്റൊന്നാണ് എക്സ്പെരിമെൻ്റ് എന്താണ്, അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പെരിമെൻ്റ് എന്താണ്, സർവേ എന്താണ്, അതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സജഷൻസ് നൽകാനുള്ളത് ഇപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണ്, അതുപോലെ തന്നെ റിസർച്ച് പ്രോബ്ലം എന്താണ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അവസാനം നൽകാനുള്ളത് ഇപ്പോൾ ബിബ്ലിയോഗ്രഫി എന്താണ്, അതുപോലെ തന്നെ റെഫറൻസ് എന്താണ്. പിന്നെ നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് എന്താണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ടുകളുണ്ട്. പോപ്പുലർ റിപ്പോർട്ട്, അങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടുകളില്ലേ. സോ അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് എയിലെ 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് റിസർച്ചിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ബേസിക് ചോദ്യം, അതെല്ലാ പേപ്പറിലും വരുന്നതാണ്. അതുപോലെ തന്നെ വാരിയബിൾസ്, ഹൈപ്പോത്തസിസ്, സാമ്പിളിങ്, പിന്നെ ഈ പറയുന്ന ഡാറ്റ, പ്രൈമറി സെക്കൻഡറി, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളില്ലേ, സാമ്പിളിങ്ങിനെ പറ്റിയുള്ള സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ. ഇങ്ങനത്തെ കുറച്ച് ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ 4 എണ്ണം കിട്ടും. 7 എണ്ണത്തിൽ എപ്പോഴും 3 എണ്ണം കുറച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പുതിയതായിരിക്കും, 4 എണ്ണം കംഫർട്ടബിൾ ആയിട്ട് വരാറുണ്ട്. ഓക്കെ,
അപ്പോൾ ഏതൊക്കെയാണ്? റിസർച്ച് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. കേസ് സ്റ്റഡി, പൈലറ്റ് സ്റ്റഡി എന്താണ്? വാരിയബിൾ, ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ഹൈപ്പോത്തസിസ്, ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. നല്ല ഓൾട്ടർനേറ്റീവോ, സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി. സാമ്പിളിംഗ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ. ആക്സിഡൻ്റൽ, സ്നോബോൾ, ക്വാട്ട, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, ഇതിലേതെങ്കിലും ഒരെണ്ണം. സാമ്പിൾ ഡിസൈൻ, റിസർച്ച് ഡിസൈൻ. സാമ്പിൾ എന്താണ്? സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് യൂണിറ്റ്. പോപ്പുലേഷൻ എന്താണ്? സെൻസസ് എന്താണ്? സെൻസസ് സർവേ. എക്സ്പെരിമെൻ്റ് എന്താണ്? ഒബ്സർവേഷൻ. ക്വസ്റ്റ്നെയർ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണം. ഷെഡ്യൂൾ എന്താണ്? സാമ്പിളിംഗ് എറർ എന്താണ്? നോൺ സാമ്പിളിംഗ് എറർ. ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ. മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ലിക്കേർഡ് സ്കെയിൽ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, സെമാൻറ്റിക് ഡിഫറൻഷ്യേഷൻ സ്കെയിൽ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസർച്ച് പ്രോബ്ലം, പിന്നെ ബിബ്ലിയോഗ്രഫി, റെഫറൻസ്, റിസർച്ച് ടൈപ്പ്, റിസർച്ച് റിപ്പോർട്ട് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ 7 എണ്ണത്തിലേക്കുള്ള സജഷൻസ് ആണ് നമ്മൾ നൽകിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഏരിയാസ് കൂടുതൽ നോക്കുക. ആദ്യത്തെ ഒരു 7 എണ്ണം ഇതാണ്. ഓക്കെ, പിന്നെ കുറച്ച് സജഷൻസ് വരുന്നത് ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.